നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ നേരിട്ട ക്രൂരതയെക്കുറിച്ച് വിവരിക്കുന്ന അമ്മൂമ്മയുടെ ഫോൺ സംഭാഷണം പുറത്ത്. കുട്ടി നേരിട്ട പീഡനം മെയ് 3-ന് അഖിലയുടെ അമ്മ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ അറിയിച്ചിരുന്നു. കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞതിന് പിന്നാലെയാണ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചത്. എന്നാൽ മറ്റെന്തോ പ്രശ്നങ്ങളാണെന്നായിരുന്നു ഹെൽപ്പ് ലൈനിൽ നിന്നുള്ള മറുപടി. അഖിലയുടെ അമ്മ റീനയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ സമീപിച്ചത്. കുഞ്ഞിന്റെ 2 കൈയും തല്ലിയൊടിച്ച അവസ്ഥയാണെന്നും താൻ നിസ്സഹായാണെന്നും അറിയിച്ചായിരുന്നു ഫോൺ കോൾ. പിന്നെ ഞങ്ങള് തമ്മിൽ കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോസ് ഒക്കെ അയച്ചു എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതില് അവള് തന്നെ വോയിസ് അയച്ചിരിക്കുന്നുണ്ട്, കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കൊച്ചിന് അപ്പൊ ഇങ്ങനെ ഒരു പക്ഷെ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. 2 കൈയിലും. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ അവളുടെ ആധാറിന്റെ കാർഡും ഐഡന്റിറ്റി കാർഡും ഇല്ലാന്ന് പറയാം. അവളുടെ സ്വന്തം വീട്ടിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോയപ്പോ ഞാൻ അതാണ് പറഞ്ഞു വന്നത്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് വീട്ടിൽ വന്ന് സാധനം എടുത്തുണ്ടാവാം. അവനും അവളും ഈ ഡാൻസ് ക്ലാസ്സിലെ ടീച്ചറും അവളുടെ മോനും വേറെ കയ്യിൽ വന്ന് എടുക്കണേൻ്റെ അന്ന് കൊച്ചിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിന്റെ മേളിൽ നിന്ന് പറയുവാണ്, 5-6 ദിവസം ഞാൻ നോക്കും കൊച്ചിനെ, പിന്നീട് കുരുത്ത പട്ടിയെ നോക്കുന്നത് പോലെ കൊച്ചിനെ നോക്കത്തുള്ളൂ എന്ന് അവ അവിടെ നിന്ന് നമ്മളവിടെ റോഡിന്റെ അവിടെ നിന്ന് പറയും, നമ്മളെ വീടിന്റെ തൊട്ട് മേളിൽ നിന്ന് പറഞ്ഞു. മെയ് 2-ന് നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ മെയ് 3-നാണ് റീന ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും. എന്നാൽ ഗൗരവപൂർവ്വം വിളിച്ചറിയിച്ച കാര്യങ്ങൾ മൂളിക്കേൾക്കുകയല്ലാതെ മറ്റു തുടർ നടപടികളൊന്നും ചൈൽഡ് ഹെൽപ്പ് ലൈൻ സ്വീകരിച്ചിരുന്നില്ല. മറ്റെന്തോ പ്രശ്നങ്ങളാണെന്നായിരുന്നു ഹെൽപ്പ് ലൈനിൽ നിന്നുള്ള മറുപടി. അവന് സ്വന്തമായിട്ട് എല്ലാം നമ്മുടെ ചിന്താഗതി മനസ്സിലായി വിളിച്ചതൊക്കെ നമ്മളിങ്ങനെ ഇമാജിനേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പൊ ആ കുട്ടീനെ വിടത്തില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങൾ എല്ലാം ചിന്തിച്ച് എടുക്കുന്നതാ. എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ് നമ്മൾ അത് അന്വേഷിക്കാൻ പറ്റും. പൊട്ടിച്ചാണെന്ന് പിന്നാലെ മെയ് 26-നാണ് കുഞ്ഞു കൊല്ലപ്പെടുന്നത്. കരിക്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിലയുടെ മകൻ അർഷിദാണ് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. ഇയാൾ സ്ഥിരമായി കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടെന്നും അമ്മ കുഞ്ഞിനെ നോക്കാറില്ലെന്നും ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിച്ചിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടായിരുന്നതായും 7 വാരിയലുകൾ തകർന്നതായും ഡോക്ടർമാർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തലയിലേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണകാരണമായി കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.